മലയാളം സ്ട്രിക്ട്ലി ബാൻഡ്. ഈ നിയമം കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? കുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന മോഡേൺ സ്കൂളിലോ മലയാളം മീഡിയം സ്കൂളിലോ പഠിച്ച ഭാഗ്യവാന്മാരാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് പറയാം, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കേരളത്തിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ ഏറ്റവും വലിയ നിയമമായിരുന്നു സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്. കുട്ടികളെല്ലാം തമ്മിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ വേണ്ടി അന്ന് സ്കൂൾ മാനേജ്മെന്റ് എടുത്ത തീരുമാനമായിരുന്നു അത്. ബേസിക്കലി അന്ന് സ്കൂൾ ക്യാമ്പസിനകത്ത്, അതായത് ക്ലാസ്സിലാവട്ടെ ഗ്രൗണ്ടിലാവട്ടെ കോറിഡോറോ ലാബോ എന്നു വേണ്ട, ബാത്റൂമുകളിൽ പോലും നമുക്ക് മലയാളം സംസാരിക്കാൻ അനുവാദമില്ലായിരുന്നു. നോട്ട് ജസ്റ്റ് ദാറ്റ്, നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ രാവും പകലും ഉറക്കമൊഴിച്ച് വിജിലന്റായി ഒരാൾ നോക്കിയിരിപ്പുണ്ടായിരുന്നു. നമ്മുടെ ടിവിയിലെ ബിഗ് ബോസിനെ പോലെ ആ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലീഡർ. സ്കൂൾ ക്യാമ്പസിൽ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ ഒരു പ്രതിഭാസം. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ സ്ഥാനത്തോ അസ്ഥാനത്തോ നമ്മുടെ വായിൽ നിന്നൊരു മലയാളം സെന്റൻസ് വല്ലതും വീണു പോയാൽ നമ്മുടെ പേര് ലിസ്റ്റിൽ വരും. പിന്നെ സ്കെയിൽ കൊണ്ടടി, അസംബ്ലിയിൽ വെച്ച് നാണം കെടുത്തൽ, ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തൽ, ഫൈന്, പേരൻസിന് ലെറ്റർ അയക്കല് തുടങ്ങി ഓരോ സീസണിലും ട്രെൻഡിങ് ആയ പണിഷ്മെന്റ് എന്താണോ അത് കറക്റ്റായി തലയിൽ വന്ന് വീഴുമായിരുന്നു. ഇങ്ങനെ മാനഹാനി, ധനനഷ്ടം, ശരീരക്ലേശം, മനക്ലേശം എല്ലാം പേടിച്ച് ഊണിലും ഉറക്കത്തിലും ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലീഡറിനെ ഓർത്ത് നടന്ന കുട്ടിക്കാലമായിരുന്നു അത്. മലയാളം സ്പീക്കിംഗ് ലിസ്റ്റിൽ പേര് വരാതിരിക്കാൻ അന്ന് സംസാരം തന്നെ നിർത്തിയ പാവങ്ങൾ വരെ ഉണ്ടായിരുന്നു. സംസാരിച്ചാലല്ലേ പ്രശ്നം, സംസാരിക്കേയില്ലെങ്കിൽ താൻ എന്തു ചെയ്യടോ? ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാറുന്ന പിള്ളേർക്ക് പ്രൈസുകൾ കൂടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് അതും നോക്കി വെള്ളം ഇറക്കി അങ്ങനെ നിൽക്കാൻ മാത്രമേ അന്ന് കഴിഞ്ഞുള്ളൂ. ഇന്നത്തെ നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഉണ്ടായിരുന്ന ഈ മലയാളം ബാൻ എന്ന ബൂർഷ്വാസി നിയമത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ദി ചാനൽ നാടൻ ഇംഗ്ലീഷ്. സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ് നിയമം കേൾക്കാനൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ സത്യാവസ്ഥ നമുക്ക് ആർക്കും മര്യാദക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും OTT പ്ലാറ്റ്ഫോംസും ഒന്നും അത്ര കോമൺ അല്ലാത്ത കാലമാണ് അത്. ഇന്റർനെറ്റ് പോലും ഈസിലി അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇംഗ്ലീഷുമായി വലിയ എക്സ്പോഷർ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. ആകെയുള്ളത് സ്റ്റാർ മൂവീസിൽ കാണുന്ന സിനിമകളും കുറെ ഇംഗ്ലീഷ് കാർട്ടൂണുകളും. അതുമാത്രം കൊണ്ട് ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയ ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിൽ എക്സ്പോഷർ തരാൻ ഈ റൂള് നല്ലതാണെന്ന് തോന്നുമെങ്കിലും മുറി ഇംഗ്ലീഷുമായി നടക്കുന്ന കുറെ പേര് തമ്മിൽ മുറി ഇംഗ്ലീഷ് പറഞ്ഞ് ഞങ്ങളുടേതായ ഒരു മംഗ്ലീഷ് ഭാഷ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ആക്ച്വലി സംഭവിച്ചത്. ഡോൺ ടെൻഷൻ അടിക്ക്. വൈ യു ലൈക്ക് ദാറ്റ് ഡൂയിങ്? മിസ്സിസ് കമ്മിങ്, സൈലന്റ് സിറ്റ്. ഐ യെസ്റ്റർഡേ റോയ് ചേട്ടായുടെ വെഡിങ്ങിന് ഗോയി. ഐ വിൽ നൗ കം. We will dance practice no go. One more mark give miss. This time football we break them. ഇതൊന്നും ഇംഗ്ലീഷ് അല്ലായിരുന്നു, ഇംഗ്ലീഷിന്റെ വേഷം കെട്ടിയ മലയാളമായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിന് വരെ ഞങ്ങൾ പഠിച്ചത് മലയാളം മറച്ചു വെക്കാനായിരുന്നു. We were learning how to hide Malayalam creatively. സോ നമ്മുടെ കോൺഫിഡൻസ് ഇവിടെ 100% ആയിരുന്നെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറും ഇവിടെ ക്രൂരമായി കൊല്ലപ്പെടുമായിരുന്നു. The fact of the matter is that ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമുക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ഗുഡ് ക്വാളിറ്റി ഇംഗ്ലീഷുമായിട്ടുള്ള എക്സ്പോഷർ ആയിരുന്നു. പ്രോപ്പറായ ഇംഗ്ലീഷ് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ പല പാറ്റേൺസും മനസ്സിലാക്കുന്നത്. സെന്റൻസുകൾ എങ്ങനെ ഫോം ചെയ്യുന്നു, വേർഡ്സ് എങ്ങനെ എവിടെ യൂസ് ചെയ്യുന്നു, ഏത് ടോണിൽ സംസാരിക്കാം എന്നതൊക്കെ. പക്ഷേ പാട്ട് പാടാൻ അറിയാത്ത കുറെ പേരുടെ അടുത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടിക്കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു നമ്മുടെ അവസ്ഥ. നോ മലയാളം നിയമത്തിനും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലീഡർ എന്ന പ്രതിഭാസത്തിനും 1000 തെറ്റുകൾ കണ്ടുപിടിച്ചാലും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ സ്കൂൾ വിചാരിച്ചത് ഈ നിയമത്തിലൂടെ നമ്മളെ അങ്ങ് ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആക്കി കളയാമെന്നാണ്. പക്ഷേ അവര് ശരിക്കും ചെയ്തത് നമ്മളെ ദ വേഴ്സ്റ്റ് പോസിബിൾ ഇംഗ്ലീഷിലേക്ക് ഡെയിലി എക്സ്പോസ് ചെയ്യുകയാണ്. നമ്മൾ കണ്ടുപിടിച്ച മംഗ്ലീഷ് ഭാഷ ഒരു തമാശയല്ലായിരുന്നു, ഒരു സർവൈവൽ ടൂൾ ആയിരുന്നു. ബട്ട് ഇതിനുമെല്ലാം അപ്പുറം അപകടകരമായ വസ്തുത വേറെ ഒന്നായിരുന്നു. മലയാളം എന്നത് ഇൻഫീരിയർ ആയ ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു ഈ റൂളിലൂടെ. നമ്മൾ ഏറ്റവും കോൺഫിഡന്റും കംഫർട്ടബിളുമായി സംസാരിക്കുന്ന ഒരു ഭാഷ ഇല്ലീഗലായ ഒന്നായി മാറിയപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ഇൻസെക്യൂരിറ്റിയാണ് ഉണ്ടാക്കിയത്. അന്ന് സ്കൂളിലെ ബ്ലാക്ക് മണി പോലെയായിരുന്നു മലയാളവും. ഉപയോഗിക്കാം, പക്ഷെ രഹസ്യമായിട്ട് മാത്രം.
പിൽക്കാലത്ത് ലൈഫിലെ പല സ്റ്റേജുകളിലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ സർവ്വ കോൺഫിഡൻസും ചോർന്നു പോകുന്ന ഒരവസ്ഥ വരാൻ ഇത് കാരണമായി. ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോട് സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ദേഷ്യം, അവർ നമ്മുടെ കൂട്ടരല്ല എന്നുള്ള ഒരു ഫീലിംഗ്, ഇംഗ്ലീഷ് തെറ്റ് പറഞ്ഞാൽ ജഡ്ജ് ആവോ എന്നുള്ള ഒരു പേടി, ഇതെല്ലാം ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ഉണ്ടായവയാണ്. ഈ മലയാളം ബാൻ പോലത്തെ നിയമങ്ങളൊക്കെ ഇന്ന് തമാശയായിട്ട് ഓർക്കാമെങ്കിലും നമ്മുടെ ആ കുഞ്ഞു പ്രായത്തില് ഫോർമറ്റീവ് ഇയേഴ്സിൽ ഉണ്ടായ ഇത്തരം എക്സ്പീരിയൻസസ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നും മാറാൻ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇതേപോലെ ഇംഗ്ലീഷിനെ സബ് കോൺഷ്യസ് ആയി പേടിക്കാൻ നമ്മുടെ ഒക്കെ ഉള്ളിൽ കുറെ ഇൻസെക്യൂരിറ്റീസും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായേക്കാം. അതിനെയെല്ലാം അൺലേൺ ചെയ്ത് ഫ്ലുവന്റ് ആയി കംഫർട്ടബിൾ ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന തനി മലയാളിയാണ് നിങ്ങളെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറെ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ടു നാടൻ ഇംഗ്ലീഷ്. പോലെ നിങ്ങളും ഈ മലയാളം ബാൻ റൂളിന്റെ വിക്ടിം ആയിരുന്നെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേക്കണേ.